ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് നോർത്ത് വെയിൽസിലോട്ട്. അപ്പോൾ നോർത്ത് വെയിൽസിൽ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ വഴിയെ കാണിച്ചു തരാം. ഇതൊരു 3 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പിസോഡുകളായിട്ടായിരിക്കും ഈ ട്രിപ്പിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിലെ നോർത്ത് വെയിൽസിലെ എല്ലാം അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്തേക്കുന്നത്. വീഡിയോ മിസ്സാക്കാതെ എല്ലാവരും കാണുക. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ലണ്ടൻ ടു നോർത്ത് വെയിൽസ് മോട്ടോർവേ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ പുതിയ പ്രയാണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ മോട്ടോർവേ 1-ലാണുള്ളത്. M1 പമ്പിൽ പോയി പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ യാത്ര തുടങ്ങി. നേരെ M1-ൽ നമുക്കൊരു 70 മൈലോളം M1-ൽ പോകാനുണ്ട്. അപ്പോൾ M1-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹെർട്ട്ഫോർഡ്ഷയർ എത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ A41-ലോട്ട് പോട്ടാ. ഇപ്പോൾ M1-ൽ നിന്ന് ആ ജംഗ്ഷനിൽ നമ്മൾ A41-ലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വാട്ട്ഫോർഡ് പോകാം, അതുപോലെ തന്നെ എയിൽസ്ബറി പോകാം. അപ്പോൾ ആ റോഡ് A41-ൽ നിന്ന് ഇറങ്ങി വരുന്ന റോഡാണ് ഈ കാണുന്നത്. അതിങ്ങനെ ഇറങ്ങി വന്നിട്ട് മോട്ടോർവേയിൽ ജോയിൻ ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടത്. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങാനാണ് ആ വഴി? അതെ അതെ, അത്രേ ഉള്ളൂ. അതല്ല, അത് അവിടെ നിന്ന് വന്നവർക്ക്. ഞാൻ വിചാരിച്ചേ പിന്നെന്തിനാ അവിടെ ഒരു വഴി, എല്ലാവർക്കും നേരെ പോയാ പോരെ. 20 മൈലിൽ സർവീസ് ഉണ്ട്. നമുക്ക് 20 മൈലിൽ ഒരു സർവീസ് ഉള്ളതിൽ നമുക്കൊന്ന് കയറാം. എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവിടെ കയറാം. സ്പീഡ് 60 മൈലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റോട്ടിൽ തിരക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ജംഗ്ഷൻ 8. ഇവിടുന്ന് ഹീമൽ ഹാംസ്റ്റഡ് പോകാനായിട്ടുള്ള ജംഗ്ഷനാണ്. നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ ഹീമൽ ഹാംസ്റ്റഡൊക്കെ പോകാം. അപ്പോൾ ഈ മോട്ടോർവേ M1 എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന ഹെൻഡനിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഹെൻഡനിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ 8ാമത്തെ ജംഗ്ഷനായി. നമുക്ക് 19ാമത്തെ ജംഗ്ഷനിലാണ് മോട്ടോർവേ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടത്. 19ാമത്തെ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് M6-ലോട്ട് കയറണം, മോട്ടോർവേ 6-ലോട്ട്. അപ്പോൾ ഇപ്പോൾ 8 ആയിട്ടുള്ളൂ. ഇനിയും 11 ജംഗ്ഷനും കൂടി ഉണ്ട്. ഇതിപ്പോൾ ജംഗ്ഷൻ 8-ൽ നിന്ന് ജോയിൻ ചെയ്യണ ഭാഗമായി. ഈ ജോയിൻ ചെയ്യണ ഭാഗത്ത് ഒരു സൈഡിൽ 4-5 ട്രാക്കൊക്കെ ഉണ്ടാവും. അതാണ് ഈ റോഡിന് ഇത്രയും വീതി കാണുന്നത്. അല്ലെങ്കിൽ മോട്ടോർവേ നോർമലി ഒരു 4 ട്രാക്കേ ഉണ്ടാവുള്ളൂ. 3 നമുക്ക് വണ്ടി ഓടിക്കാനും 1 ഹാർഡ് ഷോൾഡർ ആയിരിക്കും. ഹാർഡ് ഷോൾഡറിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി, വണ്ടിക്ക് ബ്രേക്ക് ഡൗൺ ആവുക, അതുപോലുള്ള എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്ന വണ്ടി ഒതുക്കാൻ വേണ്ടി മാത്രമാണ് ഹാർഡ് ഷോൾഡർ. അപ്പോൾ എമർജൻസി സർവീസിൽ നമുക്ക് കോൾ ചെയ്യാം. റിക്കവറി വെഹിക്കിൾ വരും, അല്ലെങ്കിൽ പോലീസ് വരേണ്ട കേസാണെങ്കിൽ പോലീസ് വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വണ്ടി ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഹാർഡ് ഷോൾഡർ. പിന്നെ ചില കേസിൽ ഒത്തിരി ട്രാഫിക് ഒക്കെ വന്ന സമയത്ത് ഹാർഡ് ഷോൾഡറിൽ കൂടെ നമുക്ക് വണ്ടി ഒരു ട്രാക്കായിട്ട് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ തരും. ഇത് അടുത്ത് 9 എത്തിയിട്ടാ. അപ്പോൾ ഇത് ജംഗ്ഷൻ 9 ആണ്. ഇപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡ് ബോണൊക്കെ പോകാൻ പറ്റും. ഇതാ കുന്ന് നോക്കിയാൽ അപ്പോൾ ഇതേ നമ്മൾ ജംഗ്ഷൻ 10 എത്തി. ജംഗ്ഷൻ 10 ലൂട്ടണിലോട്ടുള്ള എക്സിറ്റ് ആണ്. ലൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എയർപോർട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് മലയാളികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ലൂട്ടൺ. നല്ല ഫുഡും കിട്ടും. അതെ, ലൂട്ടണിൽ മലയാളി നല്ല റെസ്റ്റോറന്റുകൾ ഉണ്ട്. നമ്മുടെ ഇടയ്ക്ക് അവിടെ ഫുഡ് കഴിക്കാനൊക്കെ വരാറുണ്ട്. നല്ല കള്ള് കിട്ടണേലും ഒരു സ്ഥലം അവിടെ കിട്ടും. അതെ, തവളർച്ചി കിട്ടുന്നത് അവിടെ. നല്ല തവളർച്ചി കിട്ടും. അതെ അതെ, ഇപ്പൊ ലൂട്ടൺ എത്തി. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചാൽ ലൂട്ടൺ. ഇപ്പൊ അതേ മുകളിൽ കണ്ടോ 50 എന്ന് എഴുതി കാണേണ്ടത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് മുതൽ റോട്ടിൽ 50 മൈൽ സ്പീഡിലോട്ട് വണ്ടി താഴ്ത്തണം. ഇത്ര നേരം നമ്മൾ 70-ലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതാണ് മോട്ടോർവേയിലെ നാഷണൽ സ്പീഡ് ലിമിറ്റ്. അപ്പോൾ ഇവിടെ മുതൽ 50-ലോട്ടാക്കണം. അതുപോലെ തന്നെ 4ാമത്തെ ലൈനിൽ നിന്ന് 3ാമത്തെ ലൈനിലോട്ട് ജോയിൻ ചെയ്യണം. 4ാമത്തെ ലൈൻ മിക്കവാറും അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു ആരോ മാർക്ക് ഇട്ടേക്കണേ. അപ്പോൾ ഇനി 3 ലൈൻസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ 50 മൈലിലോട്ട് സ്പീഡ് താഴ്ത്തിയിട്ടുണ്ട്. എല്ലാ വണ്ടികളും ഇനി ഒരേ സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അടുത്തെത്താറായുണ്ട്. രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ ചായ മാത്രം കുടിച്ചിട്ട് പോകുന്ന പറഞ്ഞാൽ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ഇവാന് വിശക്കണ്ടോടാ? നിനക്ക് ബിഗ് മാക്ക് തരാം. നീ ക്രോസന്റ് കഴിച്ചില്ലേ? വീണ്ടും സ്പീഡ് താഴാണ്. സ്ലോ ഡൗൺ 40-ലോട്ട്. അപ്പൊ ഇനി ഇവിടെ നിന്ന് 40-ലോട്ടാക്കും. അപ്പൊ നമ്മള് 40-ലോട്ട് താത്തിട്ടുണ്ട്. നിനക്കെന്താ വേണ്ടേ? ഫ്രഞ്ച് ഫ്രൈ, പിന്നെ ടോയ്. ഹാപ്പി മീലിൽ മറ്റേ ടോയ് ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇശാൻ എന്റെ അടുത്ത് പറഞ്ഞു ഇന്ന് രാവിലെ വന്നോണ്ട് എന്തൊക്കെ ഡ്രീം കണ്ടു. എന്തൊക്കെയാന്ന് പറഞ്ഞേ? ആ ഡ്രീം സക്സസ് ആവോന്ന് അറിയാനാ. ഫസ്റ്റ് തിങ് എന്തായിരുന്നു? ബാക്കില് 2 പേര് ഇരിക്കണുണ്ടോ? നല്ല ചൂടായതുകൊണ്ട് തന്നെ. ഇശാൻ
ഇഷാൻ പറഞ്ഞു ഇഷാന്റെ ഡ്രീം എന്തായിരുന്നു പറഞ്ഞു ഇന്ന് രാവിലെ കണ്ട ഡ്രീം. എന്നാ അതൊക്കെ നടക്കുമെന്ന് നമുക്ക് നോക്കണ്ടേ. ഓ ഇന്ന് ഹോട്ട് ടബിൽ ഇരിക്കണത് കണ്ടു. പിന്നെന്താ വേറൊരു കാര്യം കൂടെ അപ്പനോട് പറഞ്ഞല്ലോ. കോട്ടൻ കാൻഡി കഴിക്കണത് നമുക്ക് നടക്കുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ റോഡ് ചെറിയ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു സ്പീഡ് ലിമിറ്റ് താഴ്ത്താൻ പറഞ്ഞത്. ഇപ്പൊ കണ്ടോ ഒരു വൈറ്റില് ഒരു ബ്ലാക്ക് ലൈൻ വെച്ചിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് മുതൽ ഇനി നാഷണൽ സ്പീഡ് ലിമിറ്റിലോട്ട് നമുക്ക് മാറാം. അപ്പോൾ നാഷണൽ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 70 ആണ്, വീണ്ടും 70 കയറും. ഇപ്പൊ സമ്മർ തുടങ്ങിയ കാരണം കൊണ്ട് നല്ല രസമായല്ലോ. നമ്മള് വിന്ററിലൊക്കെ പോകുമ്പോൾ ഓടണങ്ങി വരണ്ട് കിടക്കായിരുന്നു. ഏപ്രിൽ മെയ് മാസം ഉണ്ടല്ലോ ലണ്ടൻ കാണാൻ, ലണ്ടൻ UK കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഫുള്ള് പൂത്ത് പല കളറിലെ പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഒരു ഭംഗിയാണ്. ഇത് ലിഡിലിന്റെ വെയർ ഹൗസ് ആണ്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഒരറ്റം വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. ഇത് ലോഡ് ചെയ്യാനുള്ള സ്ഥലമാണ് കണ്ടത്. അത് നോക്കി എത്ര എണ്ണാണ് നോക്ക്. കണ്ടെയ്നറുകൾ കിടക്കണ നോക്കി. ഇതൊക്കെ എന്താണ്, ഇത് എന്താണെന്നറിയില്ല. എന്തായാലും ലിഡിലിനോട് ചേർന്ന് കിടക്കുന്ന അതിൻ്റെതായ ഭാഗങ്ങളാണ് ഇതെല്ലാം. കണ്ടെയ്നറുകൾ കിടക്കണുണ്ട്. ലിഡിലിന്റെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അവിടെ കാട് പിടിച്ചെടുപ്പുണ്ട് അവിടെ കുറച്ച്. എന്നാലും ഒരുപാട് ഒരു 100 കൂടുതൽ കണ്ടെയ്നേഴ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സർവീസ് എത്തി. ഈ സർവീസിൽ കയറി നമുക്കൊന്ന് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ പിള്ളേരൊക്കെ അവിടെ എത്തുമ്പോഴേക്കും ആകെ കുഴയും. ഇവിടെ എല്ലാം ഉണ്ടല്ലേ മാനെ. KFC ഉണ്ട്, കോസ്റ്റ കഫേ ഉണ്ട്, അമ്മാനസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി. മെക്ഡൊണാൾഡ്സ് ഉണ്ടോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം. ഉള്ളത് മേടിക്കാം. ബർഗർ കിങ് ഉണ്ടടാ. ഇവാനും ഷാനും ട്രിപ്പ് പോവാ എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ഈ എന്താ പറയാ KFC, മെക്ഡൊണാൾഡ്സ് അങ്ങനത്തെ ഫുഡുകളാണ് അവർക്ക് വലിയ താല്പര്യമുള്ളൂ. അത് ഞാൻ സ്വതവേ വീട്ടിൽ അങ്ങനെ എടുക്കാറില്ല, കൊടുക്കാറില്ല. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴാണ് അവർക്കത് കിട്ടുക. എന്താ അത് നല്ലതല്ലേ നിക്കറിന്റെ വള്ളി കെട്ടണത്? എന്തോ കുഴപ്പം? ഓ കാറൊക്കെ ഉണ്ടല്ലോ, സൂപ്പറുള്ള കാറിന് ഡോറൊക്കെ ഉണ്ടല്ലോ ചാനോ. അത് നിക്കറിനും വേണ്ടതായിരുന്നു അതുപോലത്തെ ഒരു ഡോറ്. ആ നിക്കറിന് അതുപോലത്തെ ഡോറാണ് അടിപൊളിയായിരുന്നു ചൂച്ചു വയ്ക്കാൻ ചാന്. വേറെ എന്തൊക്കെയുള്ള ഫ്ലെയിം ഗ്രിൽഡ്, ബർഗർ. ഇഷാന്റെ വണ്ടിയുടെ ഉള്ളിൽ കയറാൻ പറഞ്ഞിട്ട് ബഹളാണ്. ഒന്ന് കേറി നോക്കട്ടെ. ഈശ്വര, ഞങ്ങള് കേറി കണ്ടോ. പക്ഷെ അമ്മ എഴുതാക്ക, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരമ്മനെ ഓടിക്കും വന്ന്. അപ്പൊ വരട്ടെ. രണ്ടുപേരും കേറി ഇരിപ്പായി. വെയിറ്റിംഗിൽ അവര് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. വലിയ തിരക്കില്ല. അവരവിടെ കഴിച്ചു തുടങ്ങി കേട്ടോ. ഇവിടെ ഇഷാൻ ഓടി എത്തിയിട്ടില്ല. ഇഷ അറിഞ്ഞിട്ടില്ല ഫുഡ് വന്നേക്കത്. കണ്ടു ഓടാണ്. ഇവൻ ഭയങ്കര ഹാപ്പിയായി. ഇവന്റെ ബർഗറൊക്കെ കിട്ടിയപ്പോൾ കഴിച്ചു തുടങ്ങി. ഇങ്ങനെ ഫുഡ് കഴിക്കണ ഉത്സാഹം വീട്ടിലൊന്ന് കാണിച്ചായിരുന്നു എന്തായിരുന്നു. ഇപ്പോഴും ഇവനൊക്കെ ഞാൻ ഫുഡ് ഫീഡ് ചെയ്യണം. ഞാൻ വാരി കൊടുക്കണം രണ്ടുപേർക്കും. ഞാനൊരു empty കപ്പ് ഇവിടെ ബർഗർ കിങ്ങിൽ നിന്ന് മേടിച്ചു. എനിക്ക് ഇവിടുത്തെ ചായ ഒന്നും ഇഷ്ടമല്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇച്ചിരി ചൂട് ചായ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കുടിക്കാനുള്ള കപ്പ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു empty കപ്പ് എടുത്തിട്ടുണ്ട്. ഇഷാനെ ഇഷ്ടമായോ? കഴിച്ചില്ല? ഇഷ്ടമായോ? അപ്പോൾ LG പോയി വണ്ടിയിൽ കട്ടൻ കാപ്പി ഇരിപ്പുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായി. എടുക്കാൻ പോയിട്ട് വരാണ്. ഇതായി കാപ്പി കിട്ടിയാ? ചായ എവിടെ പോയാലും ഞാൻ ഇങ്ങനെ ഒരു ഫ്ലാസ്കിൽ ചായ ഉണ്ട്. നിങ്ങളൊക്കെ വെള്ളം കുടിച്ചാൽ മതി. നല്ല അടിപൊളി ചായ. എൻ്റെ കട്ടൻ ചായ, എൻ്റെ സ്വന്തം വീട്ടിൽ. അപ്പോൾ എമാൻഡസിൽ വന്ന് ഒരു ജ്യൂസിൻ്റെ ബോക്സും കൂടി എടുത്തു. കുമാർക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചോദിച്ചുകൊണ്ടെങ്കിൽ നല്ല ചൂടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ജ്യൂസിൻ്റെ ബോക്സ് മേടിച്ചു. ഞാൻ അമ്മയും മോനും അവിടെ എന്തെടുക്കണേ? കഴിഞ്ഞില്ലേ ഇത്? ഡ്രൈവർ ഇറങ്ങിയില്ലേ? ഐസ്ക്രീം ഐസ്ക്രീംകാരനാണോ? ഡ്രൈവർ
നീ ഐസ്ക്രീം കാരൻ എന്താ സാർ ഏത് ഐസ്ക്രീം ഉള്ളത്? ഇറങ്ങിയാടാ അവൻ ഐസ്ക്രീം വണ്ടി കളിക്കാന്ന് കഴിയട്ടെ. വേണ്ട ഇവിടുന്ന് പോണ്ടേ നിങ്ങൾക്ക്? ഇവാൻ ഇങ്ങോട്ട് മാറേ ബാക്കിറങ്ങ്. ഞാൻ ക്യൂലാണോ? അതെ നമുക്ക് കളി കഴിഞ്ഞെങ്കിൽ പോവായിരുന്നു. വെയിൽസിലെത്തണ്ടേ? ഇപ്പൊ പോയില്ലെങ്കിൽ എത്തൂല. വണ്ടിയൊക്കെ ഓഫ് ചെയ്ത് അവിടെ പാർക്കിങ്ങിലിട്. ബാ, എങ്ങനെയുണ്ടായിരുന്നു ബർഗർ? നല്ലതായിരുന്നു. വിശപ്പൊക്കെ മാറിയില്ലേ? ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ഇവ വണ്ടി വേം ബാ റോസേ. വണ്ടി വരണ്ടിട്ടാ നോക്കി പോ, സൈഡിൽ കൂടെ പോ. അപ്പോൾ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇവിടെ സർവീസിൽ കയറി എല്ലാവരും ഫ്രഷൊക്കെ ആയി. ഇനി നമുക്ക് ഏകദേശം 2.25 മണിക്കൂറുണ്ട്. 1:43 മൈൽ കാണിക്കണം. 143 മൈല് 2.25 മണിക്കൂർ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടാൽ നമ്മൾ ഏതെങ്കിലും ഒരു സർവീസിൽ കയറുള്ളൂ. അതുവരെ കണ്ടിന്യൂസ് ഡ്രൈവിംഗ് ആയിരിക്കും. ഇപ്പോൾ പോണ വഴി ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇനി നേരെ വെയിൽസിലോട്ട്. വെയിൽസിൽ എവിടെയാണ് പോണേന്നോ എന്താണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഫുൾ സർപ്രൈസ് ആണ്. 11 വർഷത്തെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു. ഫുൾ സർപ്രൈസ്. 11 വർഷങ്ങളിലായിട്ട് തന്ന സർപ്രൈസ് പോരാഞ്ഞിട്ട് ഇതിപ്പോ ഒരു പുതിയ സർപ്രൈസ്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോണേന്ന് പറഞ്ഞില്ലോ. നമ്മൾ പോകുന്നത് നോർത്ത് വെയിൽസിലോട്ടാണ് കേട്ടോ. നമ്മൾ നോർത്ത് വെയിൽസിലോട്ട് ഫാമിലി ആയിട്ട് ആദ്യമായിട്ട് പോണേ. നോർത്ത് വെയിൽസിലോട്ട് ആദ്യമായിട്ടാണ് ഞാനും പോണത്. ഞാൻ സൗത്ത് വെയിൽസ് കാഡിഫിൻ്റെ ഒക്കെ സൈഡിലോട്ട് ഒരു തവണ പ്രോഗ്രാമിനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വെയിൽസിലോട്ട് നമ്മൾ LGയും പിള്ളേരൊക്കെ ഫസ്റ്റ് ടൈമാണ് തന്നെ. ഞാനും നോർത്ത് വെയിൽസിലോട്ട് ഫസ്റ്റ് ടൈമാണ് പോണേ. അപ്പം നമ്മൾ ആദ്യം നോർത്ത് വെയിൽസിലുള്ള ഒരു കാസ്റ്റിൽ കാണാനായിട്ട് പോണത്. അത് തകർന്ന് പോയൊരു കാസ്റ്റിലാണ്, ഒരു പുരാതന കൊട്ടാരമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആദ്യം പോണേ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അവിടുത്തെ അതെന്താണെന്നും എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇവിടെ ചിലപ്പോൾ കാണിക്കാം. അതെ, ഇന്നത്തെ പോക്ക് നമ്മൾ എക്സിറ്റ് അടിച്ച് M1 വീണ്ടും ജോയിൻ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ വെയിൽസിലോട്ട് വെച്ച് പിടിക്കുകയാണ്. ഇപ്പോൾ ജംഗ്ഷൻ 12 അടുത്തത്. 1/2 മൈലിൽ ജംഗ്ഷൻ 12 ഉണ്ട്. ഇവിടെ 60 മൈല് സ്പീഡിലോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ആമസോണിൻ്റെ H&Mൻ്റെ ഒക്കെ വെയർ ഹൗസ്. ഇത് H&Mൻ്റെ ആണ് ഈ കാണുന്നത്. കണ്ടു കഴിഞ്ഞ ഒരു എയർപോർട്ടൊക്കെ പോലെ തോന്നും, അത്ര വലുതാണ്. ഇവിടെ നോക്ക്, ആമസോൺ ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ എത്ര കണ്ടെയ്നേഴ്സ് പാർക്ക് ചെയ്യാൻ നോക്ക്, എത്ര എണ്ണ നോക്ക്. അതൊക്കെ നമ്പേഴ്സ് ആണ് കണ്ടെയ്നേഴ്സിന്റെ ഓരോ 249. എനിക്ക് തോന്നുന്നു ഒരേ സമയം ഒരു 1,500 വണ്ടിക്ക് ഒരേ സമയം അല്ലെ, ഒരു 300 വണ്ടിക്ക്, ഒരു 300 വണ്ടി. പിന്നെ 3 സൈഡിലുണ്ട് കേട്ടോ. ഒരു 300 വണ്ടിക്ക് ഒരേ സമയം മിനിമം പാർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലോഡ് ചെയ്യാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട്. അത്രയും വലുത്. അങ്ങനെ ജംഗ്ഷൻ 13 എത്തി. ഇത് ജംഗ്ഷൻ 13 ആട്ടാ. A509 മിൽട്ടൺ കീൻസിലോട്ടൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് എടുത്താൽ നമുക്ക് മിൽട്ടൺ കീൻസിലോട്ട് പോകാം. ഇത് ആ A509 നിന്ന് വരുന്ന ഒരു ട്രാക്കാണ്. അപ്പോൾ ജംഗ്ഷൻ 13 മോട്ടോർവേയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു ട്രാക്കാണ് ലാസ്റ്റ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി വന്ന കണ്ടോ. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സർവീസ് ആയിട്ടാ. ഇവിടെ മാക്കൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഇല്ല, ബർഗർ കിങ് ഉണ്ട്, വൈറ്റ് റോസ് ഉണ്ട്, എല്ലാ സർവീസിലും ഉണ്ട്. നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ 2 ഇല്ലാത്തുള്ളൂ. ഞാൻ സാധാരണ പോകുമ്പോൾ എല്ലാ സർവീസിലും മാക്ക് ഉണ്ടാവാറുണ്ട്. ഈ വഴി കൂടെ പോകാറ്. പക്ഷേ ഈ സർവീസിലൊന്നും കയറാറില്ല. നമ്മളൊന്ന് വീട്ടിൽ നിന്ന് പോകുന്ന ഉടനെ തന്നെയുള്ള സർവീസ് അല്ലേ. ഞാൻ പിന്നെ നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ ലാസ്റ്റ് എത്താറാവുമ്പോഴുള്ള സർവീസിലേക്കേ കയറാറുള്ളൂ. പുറത്ത് നല്ല ചൂടാട്ടോ. ഇപ്പോൾ 29 ഡിഗ്രിയാണ് പുറത്ത്. 29 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഏറ്റവും ടോപ്പാണ്. അതായത് 30 ഒക്കെ വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമാണ്. പക്ഷേ ഈ വർഷം 32 വരെ വന്നു എന്ന് പറയണേ. ഇപ്പോൾ തന്നെ സമയം 10 മണി, രാവിലെ 10 മണി ആയിട്ടുള്ളൂ. 10 മണിക്ക് ഇന്ന് 29 ഡിഗ്രി ചൂടുണ്ട് ഇപ്പോൾ പുറത്ത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 29-30 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സമ്മർ ടൈമിൽ വരുന്നൊരു ചൂടാണ്. പക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് അത് താങ്ങാൻ പറ്റില്ല. കാരണം പെട്ടെന്നൊരു 10 ഡിഗ്രി എന്നൊക്കെ ആയിരിക്കും ഇവിടെ 30-ലോട്ടൊക്കെ പോണേ. അപ്പോൾ ഇന്നലെ ചിലപ്പോൾ ഒരു മാക്സിമം 10 ആയിരുന്നുണ്ടാവും, ഇന്ന് പെട്ടെന്ന് 30 ആവും. അപ്പോൾ ബോഡി പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവാന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമുക്ക് നാട്ടിൽ പിന്നെ കുറച്ചുകൂടി യൂസ്ഡ് ആണ്. നമ്മളൊരു 24-25 എപ്പോഴും. മഴയുള്ള സമയത്താണെങ്കിലും 20-ന് മുകളിലുണ്ടാവും. അവിടെ നിന്നാണ് 30-ലോട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ബോഡി അതായിട്ട് അഡ്ജസ്റ്റ് ആവും പെട്ടെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 10 ഡിഗ്രിയിൽ നിന്നും 9 ഡിഗ്രിയിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒരു ദിവസം 30 ഡിഗ്രി ആവാന്ന് പറയുമ്പോൾ അത്
നമ്മുടെ ബോഡിയും അഡ്ജസ്റ്റ് ആവില്ല, പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് അത് അത്ര യൂസ്ഡും അല്ല. പിള്ളേർക്കൊന്നും ഒട്ടും പറ്റില്ല. അതെ, നമ്മുടെ പിള്ളേർക്കൊന്നും ഒട്ടും പറ്റണില്ല. പിള്ളേരൊക്കെ അവരൊക്കെ ജലദോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് അടുത്തൊരു സർവീസ് ആട്ടാ. ഇവിടെ മാക്കൊക്കെ ഉണ്ട്, ചെറിയൊരു സർവീസാണ്, പാർക്കിംഗ് കുറവാണ്. നമ്മൾ നേരത്തെ നമ്മൾ കയറിയ സർവീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ചെറുതാണ്, പക്ഷെ ഇവിടെ മാക്കൊക്കെ ഉണ്ട്. ഇതാ സർവീസിന് ഇറങ്ങി വേണ്ടത് അവരോടാ. നമുക്കിനി ഒരു 6 മൈലും കൂടി ഉള്ളൂ കേട്ടോ. 6 മൈൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ M1 ഇറങ്ങും. M1 ഇറങ്ങി കഴിഞ്ഞാൽ M6 കയറാം നമുക്ക്. പിന്നെ M6 എത്ര ഓടാണ്ടെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇത് 17 നമ്മുടെ ജംഗ്ഷൻ കോവൻട്രിയിലേക്കൊക്കെ പോകാനായിട്ടുള്ള ജംഗ്ഷനാണ്. നമ്മുടെ ഈ 19 നിന്നും നമുക്ക് കോവൻട്രി വഴിയാണ് പോകേണ്ടത്. ഇതിപ്പോൾ ജംഗ്ഷൻ 17 പാവായി. ഇപ്പോൾ 17 കഴിഞ്ഞ് ഇനിയിപ്പോൾ 2 ജംഗ്ഷൻ കൂടി ഉള്ളൂ. 18 കഴിഞ്ഞ് 19 നമുക്ക് ഇറങ്ങണം ഇവിടുന്ന്. നമ്മൾ പോന്നിട്ട് എത്ര സമയം ഉണ്ടാവും? 2 മണിക്കൂറായിട്ടുണ്ടാവും അല്ലേ? 2 മണിക്കൂർ. 1 മണിക്കൂർ അതിൽ അതെ, നമ്മൾ 1 മണിക്കൂർ അവിടെ സർവീസിൽ കളഞ്ഞതാണ്. അവിടെ ഭക്ഷണം കഴിപ്പും അതുപോലെ വാഷ്റൂമും ഒക്കെ കൂടി നമ്മൾ കുറേ സമയം അവിടെ കളഞ്ഞു. ഇല്ലെങ്കിൽ നമ്മൾ 11:30 അവിടെ എത്തിയേനെ. ഇപ്പോൾ 10:30 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളവിടെ എത്തേണ്ടതായിരുന്നു. നമ്മളവിടെ സമയം കളഞ്ഞുകൊണ്ടാണ്. ഇനി 2 മണിക്കൂർ, കറക്റ്റ് 2 മണിക്കൂർ കൂടെ ഉണ്ട്. പക്ഷെ ഒട്ടും അനങ്ങണില്ല. അങ്ങോട്ട് നോക്കാം, അവിടെ ഫ്രണ്ടിലൊക്കെ ഉള്ളത് എല്ലാം അതുപോലെ തന്നെ നിൽക്കാണ്. അതായത് ഒരു തുള്ളി കാറ്റില്ല. ഇഷാൻ കണ്ടോ ഫ്രണ്ടില് വിൻഡ് മില്ല്? സിംഗിൾ വൺ കണ്ടു. ഒരെണ്ണം മാത്രം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കി ഒന്നും അനങ്ങണില്ല. കാറ്റില്ല തോന്നുന്നു, ഒട്ടും കാറ്റില്ല. ഇത് ഇത്രയും ഗ്യാപ്പ് ഇട്ടാണല്ലേ? ദൂരെ നോക്കുമ്പോ അടുത്തടുത്ത് നല്ല ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഇവിടെ കൊറേ ഉണ്ടടാ. അത് ഒരെണ്ണേ സ്പിൻ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊന്നും ചെയ്യുന്നില്ല. സ്പിൻ ചെയ്യാതെ കാറ്റില്ലാത്തോണ്ട തന്നെ. ഓ, സ്പിൻ ചെയ്യുന്നുണ്ടോ? അത്രയും ചെറുതായിട്ടുണ്ടോ? വളരെ സ്ലോയിലുണ്ടാവായിരിക്കും. വണ്ടി മൂവ് ചെയ്യണോ? അതെ, ഒരു ചെറിയ അനക്കം ഉണ്ടാവായിരിക്കും. ഇതേ അങ്ങനെ നമ്മൾ നമ്മുടെ ജംഗ്ഷൻ 19 എത്തി. അപ്പോൾ ജംഗ്ഷൻ 19 നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് 2 ലൈൻസ് ഫോളോ ചെയ്യാനാണ് പറയുന്നത് നമ്മുടെ വേസ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ലൈനിലോട്ട് മാറാം. ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ലാസ്റ്റ് ലൈനിലോട്ട് മാറുന്നുണ്ട്. കാരണം നമുക്ക് ലെഫ്റ്റിലോട്ട് തന്നെയാണ് പോകേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ലൈനിലോട്ട് മാറണേ. അല്ലെങ്കിൽ നമ്മളിനി ഇവിടുന്ന് റൈറ്റാണ് പോകണമെങ്കിൽ റൈറ്റ് കട്ട് ചെയ്തുള്ള ഡയറക്ഷനിലോട്ടാണ് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ ലൈനിൽ പോയാൽ മതി. അതായിരിക്കും നമുക്ക് കുറച്ച് എളുപ്പം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് തന്നെ പോകേണ്ടത് കൊണ്ട് നമ്മൾ ലെഫ്റ്റ് ലൈനിലോട്ട് ലാസ്റ്റ് ലൈനിലോട്ട് മാറിയിട്ടുണ്ട്. വെൽക്കം ടു ലെസ്റ്റർ ഷയർ. അങ്ങനെ ലെസ്റ്റർ ഷയറിലെത്തി. അങ്ങനെ ഹെർട്ട്ഫോർഡ് ഷെയർ കഴിഞ്ഞു, ബക്കിംഗ്ഹാം ഷെയർ കഴിഞ്ഞു, ഇപ്പോൾ ലെസ്റ്റർ ഷെയർ ആയി. ബെർമിംഗ്ഹാമും കോവൻട്രി ഒക്കെ പോണത് ഈ വഴിയാണ്. അതുപോലെ നോർത്ത് വെസ്റ്റ് മിഡ്ലാൻഡിലോട്ടൊക്കെ പോകാനായിട്ട് നമ്മൾ ഈ വഴിയാണ് പോവാറ്. അങ്ങനെ നമ്മൾ നമ്മുടെ മോട്ടോർവേ 1 നിന്ന് ഇറങ്ങിയേക്കാണ്. നേരെ ജോയിൻ ചെയ്യാൻ പോകുന്നത് M6 M6 22 മൈലാണ് കാണിച്ചാണ്. ഇപ്പോൾ 22 മൈൽ M6 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏത് റോഡാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് M6. നമ്മൾ M6 ജോയിൻ ചെയ്യാണ്. M6ൻ്റെ 2 റോഡുണ്ട്. ഈ റോഡ് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ടോൾ റോഡായിട്ട് പോകും. പിന്നെ ഒന്ന് കുറച്ച് കറങ്ങി തിരിഞ്ഞ് പോകണം. ടോൾ റോഡ് പോകുമ്പോൾ നമ്മൾ ടോൾ കൊടുക്കേണ്ട കാരണം കൊണ്ട് ടോൾ അവോയ്ഡ് ചെയ്തിട്ടുള്ള റോട്ടിൽ കൂടെ നമ്മൾ പോകണേ. അപ്പോൾ ചിലപ്പോൾ മൈൽ കുറച്ച് കൂടുതൽ ഓടേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഒരു 20 മൈൽ എന്തോ എക്സ്ട്രാ വരും തോന്നുന്നു. അപ്പോൾ ഞാൻ സാധാരണ ഈ M6 പോകുമ്പോൾ ടോൾ കൊടുക്കാതെ, ഞാനല്ല നമ്മുടെ എല്ലാവരും തന്നെ, മലയാളികളെല്ലാവരും തന്നെ, അല്ലെങ്കിലും ഈ റൂട്ടിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം ഈ ടോൾ അവോയ്ഡ് ചെയ്തിട്ടുള്ള റോഡിൽ കൂടെ തന്നെയാണ് പോകാറ്. ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് പണിക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ആ കമ്പനിക്ക് ഈ റോഡ് പണിത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പോകുന്ന വണ്ടികളിൽ നിന്ന് പൈസ പിരിക്കാം. ആ പൈസയാണ് അവരുടെ ഈ റോഡിൻ്റെ എക്സ്പെൻസിലോട്ടും അത് കഴിഞ്ഞിട്ട് അവരുടെ കമ്പനിയുടെ പ്രോഫിറ്റിലോട്ടും പോകുന്നത്. അപ്പോൾ കമ്പനി ഇതിൻ്റെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പൈസ ഈ ട്രാവൽ ചെയ്യുന്ന വണ്ടിക്കാരിൽ നിന്ന് മേടിക്കും. നമ്മൾ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊടുത്തില്ലെങ്കിൽ അത് ഫൈൻ കിട്ടും. അത് നല്ല എമൗണ്ട് കിട്ടും. കൊടുത്തില്ലെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് ടോൾ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. ക്രോസ് ചെയ്യാം. അങ്ങനെ ടോൾ ക്രോസ് ചെയ്യണം, ബാരിക്കേഡ് വെച്ചേക്കാം. ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാന്നാണോ? ഇവിടെ നമ്മൾ പേ ചെയ്ത് പോകണമെന്നുള്ളൂ, ബാരിക്കേഡർ ഒന്നുമില്ല. നാട്ടില് ബാരിക്കേഡർ ഉണ്ട്, അത് ഇടിച്ചു തെറിപ്പിച്ച് പോണവരുണ്ട്. വാവിക് ഷെയർ അടുത്തത്. നാട്ടില്
ടോൾ ഉണ്ട്, ഒരുപാട് സ്ഥലത്ത് ടോൾ ഉണ്ട്. ഇവിടെ വളരെ കുറവാണ് ടോൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ നാട്ടിൽ നമുക്ക് എല്ലാ റൂട്ടിലും ഒരു 50-100 കിലോമീറ്റർ കൂടുമ്പോൾ ടോളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടെ എല്ലാം ബാരിക്കേഡർ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോൾ പൈസ കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ അത് ഓപ്പൺ ആവും, നമുക്ക് പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നാട്ടിൽ പോകാൻ. നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാട്ടെ മോനെ. അപ്പം ഇനി 19 മൈലും കൂടി ഉണ്ട്. ഈ ഇവിടെ നിന്ന് ഈ M6 ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ബെർമിംഗ്ഹാം കോവൻട്രി ഒക്കെ പോകാനായിട്ടുള്ളത്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് വെസ്റ്റ് സൈഡിലോട്ടാണ് പോകണേ. നമുക്ക് ഇനി ഏകദേശം ഒരു 80 മൈലും കൂടി ഉണ്ട്. 1.25 മണിക്കൂറാണ് കാണിക്കണേ. അപ്പോൾ പുറത്ത് നല്ല ചൂടായി. സമയം 10:50. ഇപ്പോൾ 10:50-ന് 31 ഡിഗ്രി ആയിട്ടോ. 31 ഡിഗ്രി ഇപ്പം ആയി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മിക്കവാറും 32-ന് മേലെ പോകും. ആണോ? 32 മാക്സിമം ആണോ? നോക്കാം നമുക്ക്. അപ്പോൾ ഈ ചൂടിൻ്റെ ആ ഒരു എഫക്റ്റ് എന്താണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, വണ്ടിയിൽ AC ഒക്കെ ഇട്ടിരിക്കണേ, എന്നാലും ഉമ്മാർക്ക് ചൂട് താങ്ങാൻ പറ്റാണ്ട് ബനിയനൊക്കെ ഊരിയിരിക്കണേ. ഇഷാനൊക്കെ നോക്കി, ഇഷാനൊക്കെ ഒരു നിക്കറും മാത്രമായിട്ട് ഇരിക്കണേ. കാരണം പട്ടണിയിൽ അവർക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വണ്ടിയിൽ AC നമ്മൾ ഇട്ടിട്ടുണ്ട്. വണ്ടി തണുപ്പുണ്ട്, നല്ല രീതിയിൽ AC നല്ല കൂളിംഗ് ഉണ്ട്, എന്നിട്ട് പോലും ആ ചൂട് അവർക്ക് പറ്റണില്ല. അതാണ് ഇവിടുത്തെ ഒരു ചൂടിൻ്റെ പ്രത്യേകത. നമുക്ക് എന്താ പറയുക, താങ്ങാൻ പറ്റാത്തൊരു ചൂടാണ്. 30 ഉള്ളെങ്കിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ M6 ജംഗ്ഷൻ 3A നമ്മൾ ഇറങ്ങാണ്. 3A നമ്മൾ കഴിഞ്ഞൊരു 0.5 മൈൽ അത്ര കൂടി ഉള്ളൂ, അതിൽ നമ്മൾ ഇറങ്ങണം. നമുക്കത് കഴിഞ്ഞിട്ട് M6 M42 ആണ് പിന്നെ പോകേണ്ടത്. എല്ലാം M ആണ്. മോട്ടോർവേ M എന്ന് പറയുന്നത് മോട്ടോർവേ എന്നാണ്. അപ്പോൾ നമ്മളിതാ നേരെ പോണത് M6 തന്നെ. ഇത് നമ്മൾ ടോൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോഡാണ് കേട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ടോൾ കൊടുത്ത് പോകണം. ഇനി നമ്മൾ ഇതിലെ കുറച്ച് കറങ്ങി ടോളിൻ്റെ അപ്പുറത്ത് വന്ന് കയറും. അപ്പോൾ നമുക്ക് എന്തായാലും മാപ്പിൽ ടോൾ അവോയ്ഡ് ചെയ്ത് പോകാനായിട്ട് ഈ M6 കാണിച്ചാൽ നമ്മളപ്പോൾ ഇത് ഫോളോ ചെയ്യണം. അത് നമുക്ക് ആപ്പിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, ടോൾ അവോയ്ഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ടോൾ ഇല്ലാത്ത റോഡ് മാത്രമേ ഇത് കാണിക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ടൈം ഇച്ചിരി കൂടുതൽ കാണിക്കും, റണ്ണിങ് ടൈം കൂടുതൽ കാണിക്കും, മൈലും കൂടുതലായിരിക്കും. നമ്മൾ ചിലപ്പോൾ ആ റോഡ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു അരമണിക്കൂർ മുമ്പോ ഒക്കെ എത്തും. എനിക്ക് തോന്നുന്നു നമുക്ക് 170 മൈലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാണിച്ചാൽ, അതൊരു 138 അത്രയേ ഉള്ളൂ. അപ്പോൾ 20-22 മൈലിൻ്റെ വ്യത്യാസം ഉണ്ടാവും. 20 മൈൽ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്ത് വ്യത്യാസം വരും. ഇത് നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അത് എസ്റ്റിമേറ്റഡ് ടൈം ഇൻ ട്രാഫിക് 13 മിനിറ്റ് കാണിച്ചാണ്. അപ്പോൾ 13 മിനിറ്റ് ഈ ക്യൂ ഉണ്ടെന്നാണ് തോന്നണേ. അപ്പോൾ UK മോട്ടോർവേയിലൊക്കെ നമുക്ക് ഒരു ട്രാഫിക് ജാം കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടും പോകാൻ വേറെ നിവൃത്തിയില്ല, അതിൽ കിടക്കാമെന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. കാരണം ചിലപ്പോൾ ഇനിയൊരു കട്ടിങ് കിട്ടണമെങ്കിൽ ഒരുപാട് നമ്മൾ പോകണം, കുറേ മൈൽ ഫ്രണ്ടിൽ പോയാൽ മാത്രമാണ് നമുക്ക് കട്ടിങ് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങും പോകാൻ പറ്റില്ല, ഇങ്ങനെ കിടന്ന് ഇതിനെ ഫോളോ ചെയ്ത് പോകാമെന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് ഇനി ഒരു 1.5 മണിക്കൂർ കൂടി ആ സമയം കാണിച്ചാണ്. 60 മൈൽ കൂടി ഓടാണ്ട്. അപ്പോൾ അത് ഈ ട്രാഫിക് കൂടി ഉള്ളതുകൊണ്ടാണ് ഈ 1.5 മണിക്കൂർ. അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഓടിയെത്തേണ്ട സമയമേ ഉള്ളൂ. കാരണം നമ്മൾ 70 മൈൽ പെർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ റോഡിലൊക്കെ ഇപ്പോൾ 40 ആക്കി. M6 തന്നെയാണ്. M6 നിന്ന് നമ്മളിപ്പോൾ ഒരു 7 മൈലും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് M54 ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പാണ് ഈ ബ്ലോക്ക് കിട്ടിയത്. ഇത് അപ്പുറത്തെ ലൈനിൽ നിന്നും വണ്ടികൾ വന്ന് ജോയിൻ ചെയ്യാൻ കണ്ടോ, ക്യൂ പയ്യെ അനങ്ങി പോകുന്നുണ്ട്. പക്ഷേ അങ്ങറ്റത് കണ്ടോ, അത് ട്രെയിനുകൾ കണ്ടോ, ഗുഡ്സ് ട്രെയിനുകൾ. എനിക്ക് തോന്നുന്നു ലോഡ് ചെയ്യാനുള്ള എഞ്ചിനുകൾ കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ ട്രെയിനിൻ്റെ പോലെ തന്നെ എല്ലാം എഞ്ചിനുകളും വാഗണുകൾ കണ്ടോ, ട്രെയിനിൻ്റെ ഈ കല്ലും മണ്ണൊക്കെ കയറ്റാവുന്ന രീതിയിലുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിതാ ഇവിടെ M6 എക്സിറ്റ് ചെയ്യണം കേട്ടോ. M6 എക്സിറ്റ് ചെയ്ത് M54 കയറണം. അപ്പോൾ ഇത് 10A ആണ് ജംഗ്ഷൻ. 10A ജംഗ്ഷനിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തു M6 നിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ M54 28 മൈൽ നമുക്ക് M54 ഓടാനുണ്ട്. M54 കഴിഞ്ഞ് 28 മൈൽ കഴിഞ്ഞാൽ നമുക്ക് A5 കയറും നോർത്ത് വെയിൽസിൽ. നമ്മൾ ഏതാണ്ട് വെയിൽസിനോട് അടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 1.25 മണിക്കൂറും കൂടി ഓടാനുള്ള 53 മൈൽസ്. അപ്പോൾ നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ നിന്നൊക്കെ ഇറങ്ങി ആ ജംഗ്ഷൻ വരെയൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത റോഡിലോട്ട് കയറിയപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ റോഡ് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ M6 ഇപ്പോഴും ബ്ലോക്ക് തന്നെയാണ്. നമുക്ക് പിന്നെ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് തിരിയേണ്ട കാരണം കൊണ്ട് നമ്മൾ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹാർഡ് ഷോൾഡറിൽ വണ്ടികൾ നിർത്തുന്നതാണ് കണ്ടത്. ഈ ഒരു കാർ നിർത്തിയാണ് കണ്ടോ, അതെന്തോ എമർജൻസിൻ്റെ ടയർ പഞ്ചറാവോ എന്തോ ഉണ്ട്. അപ്പോൾ അതവന്മാർ അവിടെ നിർത്തിയേക്കാണ്. ഇനിയിപ്പോൾ റിക്കവറി വാൻ വിളിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക്കിനെ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വന്നത് സോൾവ് ചെയ്യും. സോളാറാന്ന് തോന്നുന്നല്ലേ, സോളാറിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ M54 നമ്മൾ ഇറങ്ങാണ്ട് ജംഗ്ഷൻ 7 ആയി. ജംഗ്ഷൻ 7 നമ്മൾ നോർത്ത് വെയിൽ ഇറങ്ങാണ്. നല്ല
നല്ല ഫാം ഫീൽഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മോട്ടോർവേ വിശേഷങ്ങൾ. അപ്പോൾ വെയിൽസിലെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.